മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന നയമെന്ന് മന്ത്രി എം.പി. രാജേഷ്. മാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാതെ സംസ്കരിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യക്തികളുടെയും സമൂഹത്തിന്റെയും മനോഭാവത്തിൽ മാറ്റം വരണമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ബ്രഹ്മപുരത്തേക്ക് 180 ടൺ മാലിന്യങ്ങൾ എത്തിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ 50 ടൺ മാലിന്യങ്ങളായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിനെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയമല്ല പരിഗണന. രാഷ്ട്രീയം തീർച്ചയായിട്ടും പരിഗണനയാണ്, പക്ഷെ കക്ഷി രാഷ്ട്രീയമല്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ തദ്ദേശ സ്ഥാപനങ്ങളോട് വിവേചനം കാണിക്കുകയുമില്ല. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഒരേ സമീപനമാണുള്ളത്. നൂതന ആശയങ്ങൾ ക്രിയാത്മകമായ രീതിയിൽ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് വേസ്റ്റ്. ഈ സാഹചര്യത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നന്നാക്കി അർഹരായവർക്ക് എത്തിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ റിവൈവ് പദ്ധതി നൂതനമായ ആശയമാണെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ-യുവാക്കൾക്ക് വിവിധ ട്രേഡുകളിൽ പരിശീലനം നൽകി തൊഴിൽ ഉറപ്പാക്കുന്ന മികവ് പദ്ധതിയുടെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.